ഹായ് ഡിയർ വൺസ്, ടോസ് അക്കാഡമിയുടെ കേട്ടറ്റ് ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ടോസ് അക്കാഡമിയിൽ കേട്ടറ്റ്, സെറ്റ്, HSA, HSST, CTET, LP-UP, PSC തുടങ്ങിയ എലിജിബിലിറ്റി ടെസ്റ്റുകളിലേക്കുള്ള കോച്ചിംഗ് ലഭ്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. കേട്ടറ്റ് 1, 2, 3 ആൻഡ് 4 കാറ്റഗറികളിലായി ഓൾ സബ്ജക്ട് ഓൺലൈൻ കോച്ചിംഗ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസും ക്ലിയർ നോട്ട്സും മോക്ക് ടെസ്റ്റും 2019 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അവസരമുണ്ടായിരിക്കും. റിവിഷൻ പ്ലാൻ, മോഡൽ എക്സാംസ്, ക്യാപ്സ്യൂൾ സെഷൻസ്, ഒപ്പം മെന്റർ സപ്പോർട്ടും സ്റ്റുഡൻസിന് ലഭ്യമാണ്. ടോസ് അക്കാഡമിയിലൂടെ കഴിഞ്ഞ 5 വർഷത്തിലായി 2000-ലധികം സ്റ്റുഡൻസ് കേട്ടറ്റ് നേടി അധ്യാപന മേഖലയിലേക്ക് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഞങ്ങളിലൂടെ കേട്ടറ്റ് നേടിയെടുക്കുവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അതുപോലെ മറ്റ് ഡിഫിക്കൽട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൂടെ സിലബസ് കവർ ചെയ്യാം. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിന്റെ ആദ്യ കാലഘട്ടമായ ആദ്യകാലത്തിൽ രചിക്കപ്പെട്ട രാസോ കാവ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാരണി സാഹിത്യം, വീർ കാവ്യം, ദേശീ ഭാഷാ കവിത അല്ലെങ്കിൽ രാസോ സാഹിത്യം എന്നൊക്കെ അറിയപ്പെടുന്ന രാസോ കാവ്യം അടിസ്ഥാനപരമായി ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ഉത്ഭവിച്ച സാഹിത്യമാണെന്ന് പറയാം. ഇതിന്റെ പ്രധാന സ്വരം എന്ന് പറയുന്നത് വീരകഥകളായിരുന്നു. ഈ സാഹിത്യത്തിന്റെ സൃഷ്ടാക്കൾ ഹിന്ദു രജപുത്ര രാജാക്കന്മാരുടെ ആശ്രിതന്മാരായി ജീവിച്ചിരുന്ന ചാരൺസ് അല്ലെങ്കിൽ ഭാട്ടുകളായിരുന്നു. രാസോ കാവ്യത്തിന്റെ ഭൂരിഭാഗവും 10ാം നൂറ്റാണ്ടിന് ശേഷമാണ് സ്ഥാപിക്കപ്പെട്ടത്. ഹിന്ദി സാഹിത്യത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ കണ്ടെത്തിയ ഗ്രന്ഥങ്ങളുടെ പഠനത്തിൽ നിന്ന് ആദ്യകാലത്തിലെ മിക്ക ഗ്രന്ഥങ്ങളിലും കാവ്യം എന്ന പദത്തിന്റെ പര്യായമായ രാസോ എന്ന പദം പേരിന്റെ അവസാനത്തിൽ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രാസോ എന്ന പദത്തിന്റെ പദോൽപത്തിയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആദ്യകാല ഫ്രഞ്ച് ചരിത്രകാരനായ ഗാർസാദ താസി രാജസൂയ യജ്ഞത്തിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവമെന്ന് അഭിപ്രായപ്പെടുന്നു. ആചാര്യ രാംചന്ദ്ര ശുക്ല് രസായൻ എന്ന വാക്കിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവമെന്ന് പറയുന്നു. ചിലർ ഈ പദത്തെ രഹസ്യം എന്ന പദവുമായി ബന്ധപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ബീസൽദേവ് റാസോയിൽ രസായൻ എന്ന വാക്ക് കവിതയുടെ അർത്ഥത്തിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ധാരണയിൽ രസായൻ എന്ന വാക്കിലൂടെ അത് രാസോ ആയി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമായും ആൽഹ ഖണ്ഡ് എന്നറിയപ്പെടുന്ന പരമാൽ റാസോ, ഖുമാൻ റാസോ, ഹമ്മീർ റാസോ, വിജയപാൽ റാസോ, ബീസൽദേവ് റാസോ, പൃഥ്വിരാജ് റാസോ എന്നീ 6 രാസോ കാവ്യങ്ങളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. ബീസൽദേവ് റാസോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ബീസൽദേവ് റാസോ കെ ബാരെ മേം നിമ്ന മേം സെ കോൻസാ കഥൻ സത്യ നഹീം ഹെ. ബീസൽദേവ് റാസോയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ ബീസൽദേവ് റാസോയുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സത്യമല്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷനിലുള്ളത് ഇസ്കാ രചയിത നരപതി നാൽഹ് ഹെ. രണ്ടാമത്തെ ഓപ്ഷൻ ഇസ്മേം ഭോജ് പരമാർ കി പുത്രി രാജമതി കാ ഉല്ലേഖ് ഹെ. മൂന്നാമത്തെ ഓപ്ഷൻ യഹ് പ്രധാനതഃ വീരതാ പ്രധാൻ രാസോ കാവ്യ ഹെ. നാലാമത്തെ ഓപ്ഷൻ ഇസ്മേം പ്രധാനതഃ ബാരഹ് മാസ് കാ വർണ്ണൻ ഹുവാ ഹെ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്താണ്? യഹ് പ്രധാനതഃ വീരതാ പ്രധാൻ രാസോ കാവ്യ ഹെ എന്നുള്ളതാണ്. അത് റോങ് ആയിട്ടുള്ള ആൻസർ ആണ്. അതായത് ബീസൽദേവ് റാസോയുടെ രചയിതാവ് നരപതി നാൽഹ് ആണ്. ഇതിൽ ഭോജ് പരമാർ കി പുത്രി രാജമതിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാജമതിയാണ് നായിക. ബീസൽദേവ് റാസോയുടെ നായിക കഥാപാത്രമാണ് രാജമതി. അതുപോലെ തന്നെ ബാരഹ് മാസ് കാ വർണ്ണനും ഈ ഒരു രചനയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആൻസറാണ് വീരതാപ്രധാൻ രാസോ കാവ്യമാണ് ബീസൽദേവ് റാസോ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഒരു ബീസൽദേവ് റാസോ എന്നത് വീരതാപ്രധാൻ കാവ്യമല്ല, നേരെ മറിച്ച് ഒരു ശൃംഗാർ പ്രധാൻ കാവ്യമാണ്. ഇതിൽ ബീസൽദേവിന്റെയും രാജമതിയുടെയും വിവാഹം, വിയോഗം, പുനർമിലൻ എന്നീ കഥകളാണ് വർണ്ണിച്ചിരിക്കുന്നത്. വിരഹവും ശൃംഗാരവും നിറഞ്ഞ സന്ദേശകാവ്യമാണ് ഇത്. ശൃംഗാർ രസപ്രധാൻ കാവ്യമാണ് ബീസൽദേവ് റാസോ. രാസോ സാഹിത്യങ്ങളുടെ പരമ്പരയിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തിഗത പ്രേമവും വിയോഗവും വർണ്ണിച്ച രാസോ കാവ്യമാണ് ബീസൽദേവ് റാസോ എന്ന് പറയാം.
സാധാരണയായിട്ട് രാസോകാവ്യങ്ങളിൽ വീരരസപ്രധാനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാസോകാവ്യമാണ് ബീസൽദേവ് റാസോ. അപ്പോൾ ഈ ചോദ്യത്തിൽ ബീസൽദേവ് റാസോ എന്ന രചനയുടെ ഡീറ്റെയിൽസിനെ ആധാരമാക്കിയാണ് ചോദ്യം വന്നത്. കൃതിയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുള്ളവർക്കാണ് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ പഠനം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ആക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വർണ്ണമാലയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. निम्नलिखित वाक्यों में कौन कौन से वाक्य सही हो? या रा लावा अंतस्थ व्यंजन है, या और वा अर्धस्वर कहे जाते हैं, രാ ലുണ്ടിത് മാനാ ജാത്താ ഹെ. ഇത് മൂന്നുമാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കേവൽ വാക്യ ഏക് സഹി, രണ്ടാമത്തെ ഓപ്ഷൻ സഭി വാക്യ സഹി ഹെ, മൂന്നാമത്തെ ഓപ്ഷൻ കേവൽ ദോ ഔർ തീൻ സഹി, നാലാമത്തെ ഓപ്ഷൻ സഭി വാക്യ ഗലത്ത് ഹെ. യാ രാ ല വ അന്തസ്ഥ വ്യഞ്ജനാണ്. ഇതിനെ ഈഷത സ്പൃഷ്ട എന്നും പറയുന്നു. പൂർണ്ണമായും സ്വര അല്ല, വ്യഞ്ജനും അല്ല, ഇങ്ങനെയുള്ള സ്ഥിതിയെയാണ് അന്തസ്ഥ വ്യഞ്ജൻ അല്ലെങ്കിൽ ഈഷത സ്പൃഷ്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യായും വായും അർദ്ധസ്വറാണ്. സ്വരാക്ഷരങ്ങളുടെയും വ്യഞ്ജനാക്ഷരങ്ങളുടെയും വിശേഷതകൾ ഉൾക്കൊള്ളുന്ന ശബ്ദങ്ങളാണ് അർദ്ധസ്വരാക്ഷരങ്ങൾ. ഇത്തരം ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് സ്വരാക്ഷരം ഉച്ചരിക്കുന്നതിനേക്കാൾ അല്പം ഉയരുന്നു, പക്ഷേ വായു കടന്നു പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നുമില്ല. വ്യഞ്ജനങ്ങളുടെ ഉച്ചാരണത്തിലുള്ളതുപോലെ പൂർണ്ണമായും ശ്വാസവായുവിനെ തടസ്സപ്പെടുത്തുന്നുമില്ല. രാ ലുണ്ടിത് വ്യഞ്ജനാണ്. ഇത് ഉച്ചരിക്കുമ്പോൾ മുഴക്കമുള്ളതുകൊണ്ട് പ്രകമ്പിത് വ്യഞ്ജൻ എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി സഭി വാക്യ സഹിഹെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ജായസിയെ കുറിച്ചുള്ളതാണ്. മലിക് മുഹമ്മദ് ജായസി കൃത് തീൻ രചനായേം കോൻ കോൻ സി ഹെ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പത്മാവത്, ആഖിരി കലാം ഔർ മിർഗാവത്. ഓപ്ഷൻ ബി പത്മാവത്, ചന്ദായൻ ഔർ ഢോല മാരൂര ദൂഹ. ഓപ്ഷൻ സി പത്മാവത്, അഖരാവട്ട് ഔർ ചന്ദായൻ. ഓപ്ഷൻ ഡി അഖരാവട്ട്, ആഖിരി കലാം ഔർ പത്മാവത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അഖരാവട്ട്, ആഖിരി കലാം ഔർ പത്മാവത് ഇവ മൂന്നുമാണ് ജായസിയുടെ രചനകൾ. ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാലത്തിലെ നിർഗുൺ പ്രേമാശ്രയി ശാഖയിലെ സൂഫി കവിയാണ് ജായസി. 1477 ഉത്തർപ്രദേശിലെ അമേഠിയിൽ ജനിച്ച ജായസിക്ക് ഏകദേശം 21 രചനകളാണുള്ളത്. അതിൽ പത്മാവത്, അഖരാവട്ട്, ആഖിരി കലാം, കഹർനാമ, ചിത്രരേഖ, കാൻഹാവത് മുതലായവയാണ് പ്രസിദ്ധമായ രചനകൾ. പത്മാവതിൽ പത്മിനിയുടെ പ്രേമകഥയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. നായകനായ രാജാവാണ് രത്നസേൻ. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയാണ് നാഗമതി. അവധി ഭാഷയിൽ ദോഹ ചോപ്പായി ചന്ദിൽ എഴുതിയ മഹാകാവ്യമാണ് ജായസിയുടെ പത്മാവത്. ഹിന്ദി സാഹിത്യത്തിനകത്ത് സൂഫി പരമ്പരയ്ക്കുള്ളിൽ വരുന്ന പ്രസിദ്ധ മഹാകാവ്യമാണിത്. ജായസിയുടെ പ്രിയ അലങ്കാരമാണ് ഉത്പ്രേക്ഷ. പത്മാവതിൽ 33 ഖണ്ഡാണുള്ളത്. ആദ്യത്തെ ഖണ്ഡാണ് സ്തുതി ഖണ്ഡ്. 192 ചൗപ്പായികളാണ് ഇതിലുള്ളത്. ഈശ്വരന്റെ അവസ്ഥകളും രൂപഗുണ വർണ്ണനയുമാണ് ഇതിലുള്ളത്. പത്മാവതിലെ പ്രതീകങ്ങളെ കൂടി നോക്കാം. പത്മാവതിൽ പത്മിനി പരമസത്തയുടെ പ്രതീകവും രാജ രത്തൻ സെൻ സാധകിന്റെ പ്രതീകവും രാഘവ് ചേതൻ ശൈത്താന്റെ പ്രതീകവുമാണ്. നാഗമതി സൻസാർ കാ പ്രതീക ഹെ, ഹീരാമൻ തോത്ത ഗുരു കാ പ്രതീക ഹെ, അലാവുദ്ദീൻ മായ കാ പ്രതീക ഹെ. അപ്പോൾ ഈ പ്രതീകങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പരീക്ഷയ്ക്ക് പ്രതീകങ്ങൾ ചോദിക്കാറുണ്ട്. പത്മാവതിയുടെ ഗുരുവാണ് ഹീരാമൻ തോത്ത. ജായസിയുടെ പത്മാവതിൽ രത്നസേൻ ജീവാത്മാവും പത്മാവതി പരമാത്മാവിന്റെയും പ്രതീകങ്ങളായിട്ട് കൂടി വരുന്നുണ്ട്. 1542 ജായസി മരിക്കുന്നത്. അപ്പോൾ പത്മാവതും അഖരാവട്ടും ആഖിരി കലാമുമാണ് ജായസിയുടെ രചനകൾ. ഓപ്ഷനിലുള്ള മൃഗാവത് കുത്തുബന്റെയും ചന്ദായൻ മുല്ല ദാവൂദിന്റെയും ഢോല മാരൂര ദൂഹ കവി കല്ലോലിന്റെയും രചനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ കാശി നാഗരി പ്രചാരണി സഭയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്:
काशी नागरी प्रचारणी सभा के संबंध में असत्य कथन कौन सा है? ऑप्शनिल ഒന്നാമത്തെ ഓപ്ഷൻ इसकी स्थापना 1893 में की गई। രണ്ടാമത്തെ ഓപ്ഷൻ मुख्य संस्थापक श्याम सुंदर दास एवं सहयोगी राम नारायण मिश्र और ठाकुर शिव कुमार थे। മൂന്നാമത്തെ ഓപ്ഷൻ सभा से ही 1896 से काशी नागरी पत्रिका का प्रकाशन प्रारंभ किया गया। नालामത്തെ ഓപ്ഷൻ इस सभा का प्रथम अध्यक्ष राधाचरण गोस्वामी को बनाया और पत्रिका के प्रथम संपादक वेणी प्रसाद दे। നാഗരി പ്രചാരണി സഭ കാശി ഹിന്ദി ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ദേവനാഗരി ലിപിയുടെയും പ്രോത്സാഹനത്തിനും പ്രചാരത്തിനുമായിട്ടുള്ള ഇന്ത്യയിലെ പ്രമുഖ സംഘടനയാണ് നാഗരി പ്രചാരണി സഭ. ഭാരതേന്ദു യുഗ് മുതൽ ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സഭയുടെ ആസ്ഥാനം കാശിയിലാണ്, ഉത്തർപ്രദേശിലെ കാശി. ഹിന്ദി വിശ്വകോശ്, ഹിന്ദി ശബ്ദസാഗർ, പാരിഭാഷിക് ശബ്ദാവലി എന്നിവയൊക്കെ നാഗരി പ്രചാരണി സഭയുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയത്. നാഗരി പ്രചാരണി സഭ ആര്യഭാഷാ ലൈബ്രറി, അച്ചടിശാല തുടങ്ങിയവയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. സരസ്വതി എന്ന പേരിൽ പ്രശസ്തമായ മാസിക ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൈയെഴുത്ത് ഗ്രന്ഥങ്ങൾ കണ്ടെത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമായിട്ട് 1900 മുതൽ എവിടെയൊക്കെ ഏതൊക്കെ ഗ്രന്ഥങ്ങൾ ലഭ്യമാണെന്ന് കണ്ടെത്താനായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വീടാന്തരവും അന്വേഷകരെ അയക്കുകയും അങ്ങനെ നാഗരി പ്രചാരണി സഭയുടെ ശ്രമഫലമായിട്ട് 1900 മുതൽ ഉത്തർപ്രദേശിൽ നാഗരി ഭാഷയുടെ ഉപയോഗം അനുവദിക്കുകയും ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഹിന്ദി, ഉറുദു ഭാഷകൾ അറിയുന്നത് നിർബന്ധമാക്കുകയും ആദ്യമായി അഖിലേന്ത്യാ ഹിന്ദി സാഹിത്യ സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു. 1893 ജൂലൈ 16 നാഗരി പ്രചാരണി സഭ സ്ഥാപിക്കുന്നത്. നാഗരി പ്രചാരണി സഭയുടെ സ്ഥാപകൻ ശ്യാം സുന്ദർ ദാസ് ആണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ രാംനാരായൺ മിശ്ര, ഠാക്കൂർ ശിവകുമാർ സിംഹ് എന്നിവരും ഉണ്ടായിരുന്നു. ബാബു രാധാകൃഷ്ണദാസ് ആണ് അതിൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റായി നിയമിതനായത്. ജോർജ് ഗ്രിയേഴ്സൺ, അംബികാദത്ത് വ്യാസ്, ബദ്രിനാരായൺ ചൗധരി പ്രേംഖൻ തുടങ്ങിയ ഭാരതത്തിലെ പ്രസിദ്ധരായ പല പണ്ഡിതന്മാരും നാഗരി പ്രചാരണി സഭയിൽ അംഗങ്ങളായിരുന്നു. ഇംഗ്ലീഷ്, ഉറുദു, പേർഷ്യൻ തുടങ്ങിയ പല ഭാഷകൾക്കും ആധിപത്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഹിന്ദി ഉപയോഗിക്കുന്നവരെ വളരെ അവജ്ഞയോടെ കണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ നാഗരി പ്രചാരണി സഭ വന്നതോടുകൂടി ഹിന്ദിക്ക് കൂടുതൽ പ്രചാരം ഉണ്ടാവുകയും ചെയ്തു. കാശി നാഗരി പ്രചാരണി സഭയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സ്ഥാപിച്ച വർഷം 1893 നമ്മൾ കണ്ടു. പ്രധാന സ്ഥാപകൻ ശ്യാം സുന്ദർ ദാസ് ആയിരുന്നു. ഒപ്പം തന്നെ രാംനാരായൺ മിശ്രും ഠാക്കൂർ ശിവകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1896 കാശി നാഗരി പത്രിക അവർ പുറത്തിറക്കി. പിന്നെ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ രാധാചരൺ ഗോസ്വാമിയാണ്. അതുപോലെ തന്നെ പത്രികയുടെ പ്രഥം സമ്പാദക വേണി പ്രസാദ് ആണ് എന്നുള്ളതായിരുന്നു 4ാമത്തെ പോയിന്റ്. എന്നാൽ നാഗരി പ്രചാരണി പത്രിക 1896 പുറത്തിറങ്ങിയ ത്രൈമാസിക് പത്രികയാണ്. അതായത് 3 മാസം കൂടുമ്പോഴാണ് പുറത്തു വരുന്നത്. ഇതൊരു ശോധ പത്രികയായിരുന്നു. ഫസ്റ്റ് റിസർച്ച് പത്രികയായിരുന്നു ഈ നാഗരി പ്രചാരണി പത്രിക. ഇതിൻ്റെ ആദ്യത്തെ സമ്പാദകൻ എന്ന് പറയുന്നത് വേണി പ്രസാദ് ആണ്. എന്നാൽ പ്രഥം അധ്യക്ഷ അല്ലെങ്കിൽ സഭാപതി രാധാകൃഷ്ണദാസ് ആയിരുന്നു. അപ്പോൾ 4ാമത്തെ പോയിന്റിൽ അധ്യക്ഷൻ രാധാചരൺ ഗോസ്വാമി എന്നാണ് കൊടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാധാകൃഷ്ണദാസ് ആയിരുന്നു. അതുപോലെ തന്നെ വേണി പ്രസാദാണ് ആദ്യത്തെ സമ്പാദകൻ. അത് കറക്റ്റായിട്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ 4ാമത്തെ ഓപ്ഷനാണ് തെറ്റായ പ്രസ്താവനയായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. അംഗ്രേസ് സർക്കാരിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ഹെൽപ്പോടു കൂടി തന്നെ ഈ നാഗരി പ്രചാരണി സഭ 1900 മുതൽ 1911 വരെ 8 വാർഷിക റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് രാധാകൃഷ്ണദാസും ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ക്വസ്റ്റ്യനകത്ത് നിമ്നലിഖിത ആലോചന ഗ്രന്ഥോം കോ ഉൻകെ രചനാകാരോം കെ സാത്ത് സുമേളിത് കീജിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലോചന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വിമർശനാത്മകമായിട്ടുള്ള പുസ്തകങ്ങൾ, അതിൻ്റെ രചനാകാരന്മാർ ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഓപ്ഷനകത്തുള്ളത് ഭാഷ ഔർ സംവേദന, പരമ്പരാ കാ മൂല്യാങ്കൻ, സാഹിത്യ ഔർ സമാജശാസ്ത്രീയ ദൃഷ്ടി,
ഹിന്ദി ആലോചന കാ വികാസ് എന്നിവയാണ് ഗ്രന്ഥങ്ങൾ. ഓപ്പോസിറ്റ് സൈഡിൽ മാനേജർ പാണ്ഡേയ്, നാംവർ സിംഗ്, രാം സ്വരൂപ് ചതുർവേദി, രാംവിലാസ് ശർമ്മ, നന്ദകിഷോർ നവൽ എന്നിവരാണ് രചനാകാരന്മാരായിട്ട് കൊടുത്തിരിക്കുന്നത്. ഭാഷ ഔർ സംവേദന രാം സ്വരൂപ് ചതുർവേദിയുടെ പുസ്തകമാണ്. പരമ്പരാ കാ മൂല്യാങ്കൻ രാംവിലാസ് ശർമ്മയുടെ പുസ്തകമാണ്. സാഹിത്യ ഔർ സമാജശാസ്ത്രീയ ദൃഷ്ടി മാനേജർ പാണ്ഡേയിൻ്റെ രചനയാണ്. ഹിന്ദി ആലോചന കാ വികാസ് നന്ദകിഷോർ നവലിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഇത്തരത്തിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പ്രഗതിവാദമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻമേം സെ കോൻ സാ കഥൻ സഹി ഹെ? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ പ്രഗതിവാദ് കാ മൂൽ തത്വ ശോഷൺ കാ വിരോധ് ഹെ. രണ്ടാമത്തേത് പ്രഗതിവാദ് സാഹിത്യ കോ ഉദ്ദേശ്യപൂർണ്ണ മാനത്താ ഹെ. മൂന്നാമത്തെ പോയിന്റ് പ്രഗതിവാദ് കവിത മേം ജീവൻ കോ സമഗ്രതാ സെ ദേഖാ ഗയാ ഹെ. നാലാമത്തെ പോയിന്റ് പ്രഗതിവാദ് സാമാജിക് യഥാർത്ഥ की अभिव्यक्ति को ही रचना का उद्देश्य मानता है. ഇതിൽ 1, 2, 3 ശരിയാണ്. അതാണ് എ എന്ന ഓപ്ഷനിൽ കിടക്കുന്നത്. ബി എന്ന ഓപ്ഷനിൽ 2, 3 ശരിയാണ്. സി എന്ന ഓപ്ഷനിൽ 1, 2 ശരിയാണ്. ഡി എന്ന ഓപ്ഷനിൽ 1, 2, 4 ശരിയാണ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ 1, 2, 4 പോയിന്റുകൾ ശരിയാണ് എന്നുള്ളതാണ്. അതായത് പ്രഗതിവാദ് കാ മൂൽ തത്വ ശോഷൺ കാ വിരോധ് ഹെ, പ്രഗതിവാദ് സാഹിത്യ को उद्देश्यपूर्ण मानता है, പ്രഗതിവാദ് സാമാജിക് യഥാർത്ഥ की अभिव्यक्ति को ही रचना का उद्देश्य मानता है എന്നീ പോയിന്റുകളാണ് പ്രഗതിവാദിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള പോയിന്റ്സ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഭീഷ്മ സാഹനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭീഷ്മ സാഹനി ഹിന്ദി നോവലിസ്റ്റും നാടകകൃത്തും കഥാകൃത്തും സാമൂഹ്യ പ്രവർത്തകനും അഭിനേതാവുമായിരുന്നു. 1915 ഓഗസ്റ്റ് 8 റാവൽപിണ്ടിയിൽ ജനിച്ച അദ്ദേഹം 2003 ജൂലൈ 11 തൻ്റെ 87-ാം വയസ്സിലാണ് അന്തരിച്ചത്. ഛരോക്കെ, തമസ്, ബസന്തി, മയ്യാദാസ് കി മാടി, കുന്തോ, നീലു നീലിമ നീലോഫർ ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. മേരി പ്രിയ കഹാനിയാം, ഭാഗ്യരേഖ, വാങ്ചു, നിശാചർ എന്നിവ അദ്ദേഹത്തിൻ്റെ കഹാനി സംഗ്രഹങ്ങളാണ്. ഹാനൂഷ്, മാധവി, കബിര കഠ വാസാർമേം, മുവാവസെ എന്നിവ നാടകങ്ങളും ബൽരാജ് മൈ ബ്രദർ ആത്മകഥയുമാണ്. ഗുലേൽ കാ ഖേൽ അദ്ദേഹത്തിൻ്റെ ബാലകഥയാണ്. 1998 പത്മഭൂഷണും 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നയി കഹാനിയാം എന്ന മാസികയുടെ പത്രാധിപരായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: ഭീഷ്മ സാഹനി കെ നാടകോം കോ രചനാകാൽ കെ അനുസാർ ക്രമബദ്ധ കീജിയെ. ഭീഷ്മ സാഹനിയുടെ നാടകങ്ങളെ രചനാകാലത്തിനനുസരിച്ച് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ കബിര ഖട ബാസാർമേം, ഹാനൂഷ്, രംഗ് ദേ ബസന്തി ചോല, മാധവി എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ ബി ഹാനൂഷ്, കബിര ഖട ബാസാർമേം, മാധവി, രംഗ് ദേ ബസന്തി ചോല. ഓപ്ഷൻ സി കബിര ഖട ബാസാർമേം, ഹാനൂഷ്, മാധവി, രംഗ് ദേ ബസന്തി ചോല. ഓപ്ഷൻ ഡി രംഗ് ദേ ബസന്തി ചോല, കബിര ഖട ബാസാർമേം, ഹാനൂഷ്, മാധവി. കബിര ഖട ബാസാർമേം 1985 പബ്ലിഷ് ചെയ്തത്. ഹാനൂഷ് 1977, രംഗ് ദേ ബസന്തി ചോല 1996, മാധവി 1984. അപ്പോൾ കാലക്രമം അനുസരിച്ച് നോക്കിയാൽ ഹാനൂഷ്, കബിര ഖട ബാസാർമേം, മാധവി, രംഗ് ദേ ബസന്തി ചോല എന്നിങ്ങനെയാണ് ശരിയായ ക്രമം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കുശൽ സംവാദദാത കെ ഗുണ ക്യാ ക്യാ ഹെ? अच्छी लेखन शैली, भाषा पर पकड़, വൈചാരിക് പ്രഖരത, പ്രത്യേക ഘടന की जानकारी എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. ഇനി 1, 2 ശരിയാണ്, 1, 2, 3 ശരിയാണ്, 1, 3, 4 ശരിയാണ്, 1, 2, 3, 4 ശരിയാണ് എന്നിങ്ങനെയാണ്
ABCD എന്നിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ अच्छी लेखन शैली, ഭാഷ पर पकड़, വൈചാരിക് പ്രഖരത, പ്രത്യേക ഘടന की जानकारी എന്നിവയെല്ലാം ഒരു പത്രകാരന് അല്ലെങ്കിൽ ഒരു കുശൽ സമ്പാദദാതായ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. അതായത് ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സുമേലിത് കീജിയെ എന്നുള്ളതാണ്. തമസ്, ഗുനാഹോം കാ ദേവത, മൈല ആഞ്ചൽ, സാര ആകാശ് എന്നീ ഉപന്യാസങ്ങളും രാജേന്ദ്ര യാദവ്, ഭീഷ്മ സാഹനി, ധർമ്മവീർ ഭാരതി, ഫണീശ്വർനാഥ് രേണു എന്നിങ്ങനെ ഉപന്യാസക്കാരൻ്റെ പേരുമാണ് ചേരുംപടി ചേർക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ തമസ് ഭീഷ്മ സാഹനിയുടെ ഉപന്യാസമാണ്. ഗുനാഹോം കാ ദേവത ധർമ്മവീർ ഭാരതിയുടെയും മൈല ആഞ്ചൽ ഫണീശ്വർനാഥ് രേണുവിൻ്റെയും സാര ആകാശ് രാജേന്ദ്ര യാദവിൻ്റെയും ഉപന്യാസമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ब्लूम के ज्ञानात्मक पक्ष के उद्देश्यों का सही क्रम चुनिए. ऑप्शन ए ज्ञान, बोध, प्रयोग, मूल्यांकन, विश्लेषण, संश्लेषण. ऑप्शन बी ज्ञान, अनुप्रयोग, बोध, विश्लेषण, मूल्यांकन, संश्लेषण. ऑप्शन सी ज्ञान, बोध, प्रयोग, विश्लेषण, संश्लेषण, मूल्यांकन. ऑप्शन डी ज्ञान, अनुप्रयोग, ബോധ, വിശ്ലേഷൺ, സംശ്ലേഷൺ, നിർമ്മാൺ. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ജ്ഞാൻ, ബോധ, പ്രയോഗ, വിശ്ലേഷൺ, സംശ്ലേഷൺ, മൂല്യാങ്കൻ എന്നിങ്ങനെയാണ് ശരിയായ ക്രമം. 1956 ബെഞ്ചമിൻ ബ്ലൂം അധ്യക്ഷനായ ഒരു അധ്യാപക സമിതി വികസിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ തരംതിരിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടാണ് ബ്ലൂമിൻ്റെ ടാക്സോണമി എന്ന് പറയാം. ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഗോൾസ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഈ ടാക്സോണമി പഠന ലക്ഷ്യങ്ങളെ 3 വിശാലമായ ഡൊമൈനുകളായിട്ട് വിഭജിക്കുന്നുണ്ട്. വൈകാരികമായിട്ടുള്ളത്, അതുപോലെ തന്നെ വൈജ്ഞാനികമായിട്ടുള്ളത്, സൈക്കോമോട്ടർ ആയിട്ടുള്ളത്. വ്യത്യസ്ത തരം പഠനങ്ങൾ വളർത്തിയെടുക്കുന്നുള്ള പാഠ്യപദ്ധതി, വിലയിരുത്തലുകൾ, അധ്യാപന രീതികൾ എന്നിവ രൂപപ്പെടുത്തുന്നതിന് അധ്യാപകർ ഈ ഡൊമൈനുകൾ ഉപയോഗിക്കുന്നു. 1956 ബെഞ്ചമിൻ ബ്ലൂം അധ്യക്ഷനായ ഒരു അധ്യാപക സമിതി വികസിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ തരംതിരിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയാം. ടാക്സോണമിയിലെ ഏറ്റവും വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ട ഘടകമായ വൈജ്ഞാനിക മേഖലയെ 6 തലങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതാണ് ജ്ഞാൻ, ബോധ, പ്രയോഗ, വിശ്ലേഷൺ, സംശ്ലേഷൺ, മൂല്യാങ്കൻ എന്നിവ. 2001 ഈ ടാക്സോണമി പരിഷ്കരിച്ചിട്ടുണ്ട്. ഓർമ്മിക്കുക, മനസ്സിലാക്കുക, പ്രയോഗിക്കുക, വിശകലനം ചെയ്യുക, വിലയിരുത്തുക, സൃഷ്ടിക്കുക എന്നിങ്ങനെ ലെവലുകൾ പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ബ്ലൂം കെ ജ്ഞാനാത്മക പക്ഷ കെ ഉദ്ദേശോं का സഹി ക്രമ. അപ്പോൾ അതാണ് നമ്മൾ ജ്ഞാൻ, ബോധ, പ്രയോഗ, വിശ്ലേഷൺ, സംശ്ലേഷൺ, മൂല്യാങ്കൻ എന്നിങ്ങനെ മനസ്സിലാക്കിയത്. അപ്പോൾ ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഏതാനും മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത്. ടോസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ധന്യവാദം.